Ciao a tutti, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ഇറ്റാലിയൻ വിത്ത് സിസ്റ്റർ ജിസ. എൻ്റെ പേര് ജിസ. ഞാനൊരു സിസ്റ്ററായിരുന്നു. വളരെ വർഷങ്ങൾ FCC അതായത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ സിസ്റ്ററായിട്ട് ജീവിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അതായത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇതിൻ്റെ ഹെഡ് ഓഫ് ദ ഹൗസ്, ഇതിൻ്റെ മദർ ഹൗസ് ആലുവയിലാണ്. അത് പല പ്രോവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പല പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് പ്രോവിൻസ്, അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട പ്രോവിൻസ്, അല്ലെങ്കിൽ എന്താ പറയുക പാലാ പ്രോവിൻസ്, ഭരണങ്ങാനം പ്രോവിൻസ്, മാനന്തവാടി പ്രോവിൻസ്, ഇങ്ങനെ പല പ്രോവിൻസുകളായിട്ട് തിരിഞ്ഞിട്ട് തൃശ്ശൂർ പ്രോവിൻസ്. ആ തൃശ്ശൂർ പ്രോവിൻസിൻ്റെ ഒരു അംഗമായിരുന്നു ഞാൻ. അവിടെയാണ് സിസ്റ്ററായിട്ട് ഞാൻ ജീവിച്ചത് വളരെയധികം വർഷങ്ങൾ. അതിനുശേഷം, അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലുണ്ടല്ലോ സിസ്റ്ററിൻ്റെ കോൺഗ്രിഗേഷനിൽ, അറിയാത്തവർക്ക് പറഞ്ഞതാട്ടത്. അതിനുശേഷം ഞാൻ ഇറങ്ങി. ഇപ്പം നിലവിൽ ഞാൻ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. ജീവിതം ഇറങ്ങിയതിന് ശേഷം എനിക്ക് വളരെ, ഇപ്പോൾ എല്ലാവരും പറയുമല്ലോ, അയ്യോ ആ കുട്ടി ഇറങ്ങിയിട്ട് അങ്ങനെയാണ് ജീവിക്കണമെങ്കിൽ, അങ്ങനെയൊന്നുമില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദൈവാനുഗ്രഹത്താൽ കേട്ടോ. ദൈവത്തെ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. അത് അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അത് പോട്ടെ, അതാണ് എൻ്റെ ജീവിതം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ ജോലിക്കായിട്ട് വരുന്നവരുണ്ടല്ലോ അല്ലേ, ജോലിക്കായിട്ട് വരുന്നവരുണ്ട്, പഠനത്തിനായിട്ട് വരുന്നവരുണ്ട്, അവർക്കൊക്കെ, പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്, അവർക്കൊക്കെ എൻ്റെ ഒരു ചാനൽ, ഈ ഒരു ചാനൽ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഈ ലാംഗ്വേജ് ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ABCD അതാണല്ലോ ഓരോ ലാംഗ്വേജിൻ്റെയും ബേസിക് സ്റ്റെപ്പ്. അപ്പോൾ ബേസിക് സ്റ്റെപ്പാണ് ഞാൻ ഈ ലാംഗ്വേജ് ഇതിലൂടെ ഞാൻ പറയുന്നത് സിമ്പിളായിട്ട്. അതാണ് ടൈറ്റിൽ തന്നെ സിംപ്ലി ഇറ്റാലിയൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റെപ്പായ ആൽഫബറ്റ്സ് പഠിക്കും, നമ്പേഴ്സ് പഠിക്കും, അതും വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമ്മൾ ഗ്രീറ്റിങ്സ് പഠിക്കും. അത് ഏതൊരു രാജ്യത്ത് ചെന്നാലും നമുക്ക് അതാത് രാജ്യത്തിൻ്റെ ലാംഗ്വേജുള്ള ഗ്രീറ്റിങ്സ് നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ സിമ്പിൾ ഗ്രാമർ പഠിക്കും. ഈ ലാംഗ്വേജിൻ്റെ ബേസിക് സ്റ്റെപ്പായ സിമ്പിൾ ഗ്രാമർ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് എവരിഡേ വൊക്കാബുലറി, നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പല വേർഡ്സുകളും നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞു തരും. പിന്നെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ കൾച്ചറ്, കുക്കിങ്, ഫുഡ്, ഇതൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ ഓരോ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, ചിലപ്പോൾ എൻ്റെ അനുഭവങ്ങളും ഞാൻ പറഞ്ഞിരിക്കും. ഓരോ വീഡിയോകളിലൂടെ എൻ്റെ കൊച്ചു അനുഭവങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഈ സിംപ്ലി ഇറ്റാലിയൻ എന്ന ചാനലിൻ്റെ ആകത്തുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും പ്രധാനമായിട്ട് ഇവിടെ ജോലിക്ക് വരുന്നവർക്ക്, അതുകൊണ്ട് തന്നെ എന്നെ കുറേ പേരുണ്ട്, ചേച്ചി ചാനൽ എനിക്കിത് അറിയാത്തതുകൊണ്ട് ഇത്രയും വൈകിപ്പോയി. ഞാനിപ്പോൾ ഓർക്കുക, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നതുകൊണ്ടല്ലേ നമ്മുടെ കഴിവുകളും പങ്കുവയ്ക്കാൻ പറ്റുന്നത്. യൂട്യൂബുകാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ പേരൻസ് ഇവിടെ വന്നിട്ടുണ്ട് ജോലിക്ക്, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ. 3 കാര്യങ്ങളാണ് നമുക്ക് ഇറ്റലിയിലേക്ക് വരുന്നവർക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അതേതൊക്കെയാണ്? 1 വിസ, 2 ലാംഗ്വേജ്, 3 മനസ്സ്
ആദ്യം തന്നെ തുടങ്ങാം. മനസ്സ് എന്തുകൊണ്ട് വേണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് നമ്മൾ വളരെയധികം പഠിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഇവിടെ ജോലിക്കായിട്ട് വരുന്നത്. മറ്റുള്ള രാജ്യങ്ങളുടെ പോലെയല്ല ഇറ്റലി. ഇവിടെ വന്നാൽ മാക്സിമം ഒരു 100-ൽ 95% ആളുകളും, 90% തന്നെ പറയാൻ ഞാൻ, ആളുകളും ജോലി ചെയ്യുന്നത് കെയർ ഗീവേഴ്സായിട്ടാണ്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്ക് അതാണ് ഞാൻ മനസ്സ് വേണമെന്ന് പറഞ്ഞത്. ഈ ഓൾഡ് ഏജ് ഹോമിലായാലും കെയർ ഹൗസിലായാലും ജോലി ചെയ്യുമ്പോൾ, കെയർ ഗിവേഴ്സ് ആയാലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് വേണം. ഒരു കൊച്ചു കുട്ടീനെ എങ്ങനെ നമ്മളവരെ നോക്കുന്നു, എങ്ങനെ കഴുകേണ്ടടുത്ത് കഴുകി കൊടുക്കാനും കഴിക്കേണ്ടടുത്ത് കഴിക്കാൻ കൊടുക്കാനും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു മനസ്സ് വേണം. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ ജോലി ആവില്ല കിട്ടുക, ഈ ജോലിയായിരിക്കും കിട്ടുന്നത്. കിട്ടുമ്പോൾ നമുക്ക് ആ മനസ്സ് വേണം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മളെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാട്ടോ, വെച്ച് കെട്ടി ഞാൻ പറയില്ല. രണ്ടാമത്തെ കാര്യം ലാംഗ്വേജും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നേടിയെടുക്കാം, ലാംഗ്വേജ് പഠിച്ചെടുത്താൽ നമുക്ക് ജോലി ഉറപ്പാണ്. പക്ഷേ വിസ നമുക്ക് ഒരാൾക്കും നമുക്ക് തരാൻ പറ്റില്ല. സ്പോൺസർ ചെയ്യാൻ അവർ മടിക്കും. പിന്നെ ഗവൺമെൻറ്റാണ് ഇവിടെ വിസ ഇറക്കുന്നത്. അവരെ ഇറക്കുമ്പോൾ നമ്മൾ ആര് ജോലിക്കെടുത്തുവോ അവരാണ് അപ്ലൈ ചെയ്യുന്നത്. അവർക്ക് ഈ ഇറ്റാലിയൻസിന് നമ്മൾ പിടിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. ലാംഗ്വേജ് ഇല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്തി ചിന്തിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ലാംഗ്വേജ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നല്ല മനസ്സുണ്ടായിരിക്കണം ജോലി ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ചാനലുകൾ ആരുടെ ആണെങ്കിലായോട്ടെ, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം, ഏത് ചാനലാണ് എളുപ്പം, ആ ചാനൽ കണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുക, പഠിക്കുക. നിങ്ങൾ തന്നെ മനസ്സ് വയ്ക്കണം, ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ നിങ്ങൾ വിചാരിക്കും, ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഭാഷ പഠിക്കണ്ടേ, എങ്ങനെ പഠിക്കാനാ എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. എന്തെന്ന് ഐ വിൽ ലേൺ ആൻഡ് ഐ വിൽ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ പറമ്പും വീടൊക്കെ വിറ്റിട്ടാണ് ഇവിടേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ള റിസ്ക് നമ്മൾ എടുത്തിട്ടായിരിക്കണം നിങ്ങളിത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ വിസ ഇല്ലെങ്കിലും കൂടി ജോലിക്ക് ആളുകൾ എടുക്കും. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ പേരൻസിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ മക്കൾ പഠിക്കണ എങ്ങനെയുണ്ട് എൻ്റെ അമ്മ, എങ്ങനെയുണ്ട് എൻ്റെ അപ്പൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം പപ്പ എന്ന് പറഞ്ഞു തന്നാൽ അത് ശരിയാകില്ല. അത് അവർക്ക് ഇറിറ്റേറ്റ് വരുത്തും. ഇവരെ സംബന്ധിച്ച്, ഫോറിനേഴ്സിനെ സംബന്ധിച്ച് നേരെ എന്നുള്ള ഒരു മെത്തേഡാണ്. അമേരിക്കയിലായാലും ഞാൻ സിസ്റ്റർ ആയിരുന്നപ്പോൾ അമേരിക്കയിലായിരുന്നു. അപ്പോൾ നേരെ പോ, അല്ലാണ്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ടന്നോ. ഇവർക്ക് നേരെ പോ, അത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. നോ എന്ന് പറയുന്നിടത്ത് നോ പറയും, യെസ് പറയേണ്ടടുത്ത് യെസ് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരോ വരാൻ തയ്യാറായിട്ട് ഏജൻസികളുടെ പേപ്പറും പൈസയൊക്കെ കൊടുത്തിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ലാംഗ്വേജ് കരസ്ഥമാക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.